Good evening. Unit 5 in Module 2. Creating and customizing charts and conditional formatting. ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ്. എങ്ങനെ ചാർട്ടുകൾ ക്രിയേറ്റ് ചെയ്യും, അവയെ എങ്ങനെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അതായത് ആ ചാർട്ടുകളുടെ ടൈറ്റിൽ എങ്ങനെ മാറ്റാം, അങ്ങനെ നമുക്ക് വേണ്ട രീതിയിലേക്ക് എങ്ങനെ കസ്റ്റമൈസ് ചെയ്യാം. ഇതൊക്കെ നമ്മൾ പ്രീവിയസ് സെമിസ്റ്ററിൽ തന്നെ പഠിച്ചിട്ടുണ്ട്, നമ്മൾ ലാബിലടക്കം ചെയ്തിട്ടുമുണ്ട്. ഓക്കെ, പിന്നെ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് അതും നിങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഡ്യൂപ്ലിക്കേറ്റ് കണ്ടെത്തി നമ്മൾ, അല്ലേ? അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി കണ്ടീഷണൽ ഫോർമാറ്റിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. അല്ലാതെ ഒരു പ്രത്യേക റേഞ്ചിലുള്ള വാല്യൂസിനെ കളർ വെച്ച് ഹൈലൈറ്റ് ചെയ്യാൻ മാത്രമല്ല. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലും കൂടെ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എക്സലിൽ എങ്ങനെയാണ്, ഈ മൂന്ന് കാര്യങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന യൂണിറ്റ് ആണ് യൂണിറ്റ് 5. അപ്പൊ ഇവിടെ എങ്ങനെയാണ് ഓരോ ചാർട്ടും ക്രിയേറ്റ് ചെയ്യുക, അവരെ എങ്ങനെയൊക്കെ നമുക്ക് മാറ്റാം, പ്രത്യേകിച്ച് ഏതൊക്കെ ചാർട്ടുകളാന്ന് പറഞ്ഞിട്ടുണ്ട്. ബാർ ചാർട്ട്, ലൈൻ ചാർട്ട്. ബാർ ചാർട്ടിൽ കോളം ചാർട്ടും വരും, കാരണം അത് വെർട്ടിക്കലി ആയിരിക്കും. ബാർ ചാർട്ട് ഹൊറിസോണ്ടലി ആയിരിക്കും. ഓക്കെ, ആ ഡിഫറൻസേ ഉള്ളൂ. സോ അത് രണ്ടും ഒന്നിൽ തന്നെ വരുന്നുണ്ട്. പിന്നെ ലൈൻ ചാർട്ട്, പൈ ചാർട്ട്, സ്കാറ്റേർഡ് ചാർട്ട്, അതേപോലെ ഹിസ്റ്റോഗ്രാം. ഇത്രയും ചാർട്ടുകളുടെ ഡെഫിനിഷൻസ്, എക്സാമ്പിൾ വിത്ത് ഗ്രാഫ് അല്ലെങ്കിൽ ചാർട്ട്, ദെൻ അവരെ എങ്ങനെ കസ്റ്റമൈസ് ചെയ്യുന്നു, പിന്നെ കണ്ടീഷണൽ ഫോർമാറ്റ്, ഈ ഒരു ടോപ്പിക്കിലുള്ളത്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പോകുന്നത് ക്രിയേറ്റിംഗ് ആൻഡ് കസ്റ്റമൈസിങ് ചാർട്ട്സ് ഇൻ എക്സൽ. ചാർട്ട് എന്തിനൊക്കെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? ഡാറ്റനെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഈ ഒരു മൊഡ്യൂളിന്റെ പേര് തന്നെ ഡാറ്റ വിഷ്വലൈസേഷൻ ആൻഡ് ക്ലീനിങ് ആണ്. അപ്പൊ അതിൽ വിഷ്വലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളവർ തന്നെയാണ് ചാർട്ടുകൾ. അപ്പോൾ എന്താണ്, അണ്ടർസ്റ്റാൻഡിങ് ഈസിയർ ആക്കും. കമ്പാരിസൺസ് ആയിക്കോട്ടെ, ട്രെൻഡ്സ് ആയിക്കോട്ടെ, എല്ലാം വിഷ്വലി റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ കഴിയും. ഇനി എങ്ങനെയാണ് ഒരു ചാർട്ട് ക്രിയേഷനിലേക്ക് പോകുന്നത്? ജനറൽ സ്റ്റെപ്പ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് ചാർട്ടും ക്രിയേറ്റ് ചെയ്യാം, കാരണം ആ ടൈപ്പ് മാത്രമേ മാറുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണോ നമുക്ക് തന്നിട്ടുള്ള റേഞ്ച് ഡാറ്റ സെറ്റ്, അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഇൻസേർട്ടിൽ പോയിട്ട് ഒരു ചാർട്ട്, അതിലെ ചാർട്ട് ടൈപ്പ് സെലക്ട് ചെയ്തിട്ട് വേണ്ട അങ്ങോട്ട് ഓക്കെ അടിക്കുന്നു. ഇനി നമുക്ക് വേണ്ട തിരുത്തുകൾ, അതായത് ചാർട്ടിന്റെ കുറച്ച് ടൂൾസ് ഉണ്ട്. ഓക്കെ, ലാബില് കളറ്, ലെജൻഡ്, ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് വേണ്ട രീതിയിലേക്ക് മാറ്റാം. അപ്പൊ ഇതാണ് ജനറൽ സ്റ്റെപ്പ്. ഇത് ബാർ ചാർട്ട് ആണെങ്കിൽ ബാർ ചാർട്ട് അങ്ങനെ പോകും. ഓക്കെ, അപ്പൊ ഇനി നമ്മൾക്ക് ഈ ഒരു സ്റ്റെപ്പ് പഠിക്കേണ്ട ആവശ്യമില്ല. ഇനി എന്താണ് ഡെഫിനിഷൻ, എങ്ങനെയാണ് അതിന്റെ ഇമേജ് ഉണ്ടാവുക, ഒരു ഡാറ്റയ്ക്ക് അനുസരിച്ച് നമുക്ക് എങ്ങനെ വരയ്ക്കാം. അതായത് നമ്മളിപ്പോ എക്സാമിന് അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മളുടെ മുമ്പിൽ തിയറി എക്സാമിന് എന്തില്ല, സിസ്റ്റം ഇല്ല. അപ്പൊ നമ്മൾ തന്നെ ആ ഡാറ്റ സെറ്റിനനുസരിച്ചിട്ടുള്ള ഒരു ചെറിയ എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ അത് എന്ത് ചെയ്യേണ്ടി വരും, വരയ്ക്കേണ്ടി വരും. ഓക്കെ, എന്നാലേ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുള്ളൂ. ഈ ചാർട്ട് അല്ലെങ്കിലേ എന്തിനാണ് ചാർട്ട്, വിഷ്വൽ റെപ്രസെന്റേഷൻ ആണ്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾ വെറുതെ ഇങ്ങനെ ബാർ ചാർട്ട് എന്താന്ന് എഴുതി വെച്ചാൽ പോരാ, അത് വരച്ചും കൂടെ വെക്കണം. അത് കറക്റ്റ് ആവണമെന്നില്ല. പിക്ചർ ഉണ്ടോ, അങ്ങനെയൊക്കെയാണ് മാർക്ക് ഇടുക. ഓക്കെ, അപ്പൊ കുട്ടിക്ക് അറിയാം. ഇപ്പൊ ബാർ ചാർട്ട് ഹൊറിസോണ്ടൽ ആണെന്ന് എഴുതി വെക്കും, എന്നിട്ട് വെർട്ടിക്കലി വരച്ച അപ്പൊ അവിടെ ഇഷ്യൂ. അപ്പൊ വെർട്ടിക്കലി ആണെങ്കിൽ ചാർട്ട് എന്നും പറയും എന്നുള്ളതാണ് എന്ത് നമ്മള് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ചാർട്ടാണ് ബാർ ചാർട്ട്. യഥാർത്ഥത്തിൽ ബാർ ചാർട്ടുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത് കമ്പാരിസൺ സ്റ്റഡിക്ക് വേണ്ടിയിട്ടാണ്. എ ബാർ ചാർട്ട് എങ്ങനെയാണ് ഡെഫിനിഷൻ വരുന്നത്? എ ബാർ ചാർട്ട് ഇസ് എ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ഡാറ്റ that uses rectangular bars to compare different categories. If it is in, അപ്പൊ അതും കൂടെ കൂട്ടിച്ചേർക്കണം. ഇൻ വെർട്ടിക്കൽ റെക്ടാങ്കുലർ ബാർസ് ആണെങ്കിൽ അതിനെ കോളം ചാർട്ട് എന്നും, ഹൊറിസോണ്ടൽ റെക്ടാങ്കുലർ ബാർസ് ആണെങ്കിൽ അതിനെ ബാർ ചാർട്ട് എന്നുമാണ് അറിയപ്പെടുക. ദ ലെങ്ത് ഓർ ഹൈറ്റ്, കണ്ടോ ഇവിടെ രണ്ടും ചെയ്തിട്ടുണ്ട്. ലെങ്ത് ആണെങ്കിൽ ബാർ ചാർട്ടും ഹൈറ്റ് ആണെങ്കിൽ കോളം ചാർട്ടുമാണ്. അതാണ് ഓർ ഹൈറ്റ് എന്ന് പറയുന്നത്.
of each bar is proportional to the value it represents. ഇനി എന്തിനൊക്കെയാണ് ബാർ ചാർട്ട് മെയിൻലി യൂസ് ചെയ്യുന്നത്? കമ്പയർ ഡിഫറെന്റ് കാറ്റഗറീസ്, ഓക്കെ, ഷോ ഡിഫറൻസ് ക്ലിയർലി, പ്രസന്റ് ഡിസ്ക്രീറ്റ് ഡാറ്റ വിഷ്വൽ. ഓക്കെ, ഇനി എക്സാമ്പിൾ ഓഫ് ഡാറ്റ സെറ്റിൽ നമ്മൾ എടുത്തിട്ടുള്ളത് പ്രൊഡക്റ്റിന്റെ സെയിലാണ്. പ്രൊഡക്റ്റുകളുടെ പേര് ABC ആണ്. അതിന്റെ സെയിൽ ഡോളറിൽ $5,000, 7,000 and 3,000. സോ ഇതിനനുസരിച്ച് നമ്മൾ എങ്ങനെയാണ് സെയിൽസ് കമ്പാരിസൺ ഓഫ് പ്രൊഡക്ട്സ്, വ്യത്യസ്ത പ്രൊഡക്റ്റുകളുടെ കച്ചവടം കമ്പാരിസ് ചെയ്യുന്ന ഒരു ബാർ ചാർട്ടാണ്. ബാർ ചാർട്ട് എന്ന് പറഞ്ഞാൽ കോളം ചാർട്ടാണ് ഇവിടെ കാണുന്നത്. സെയിൽസ് ഇൻ ഡോളറും പ്രൊഡക്റ്റ് നെയിംസും ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പൊ എത്രയാ വന്നിട്ടുള്ളത്? 5,000. 7,000-ലേക്കാണ് BC 3,000. അപ്പൊ ഈ ഒരു റേഞ്ച്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂസ് ഇവിടെ ചേർക്കാം. അതിനനുസരിച്ച് ആ ബാറ് വരച്ചാൽ മതി. ഓക്കെ, ഇനി അതിന്റെ സ്റ്റെപ്പ് ഒന്നും കൂടെ ആവർത്തിക്കുകയാണ്. നമ്മൾ ഈ ടേബിൾ സെലക്ട് ചെയ്യുക, അതായത് ഡാറ്റ റേഞ്ച്, ദെൻ ഇൻസേർട്ടിൽ ബാർ ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ കാര്യങ്ങൾ കിട്ടും. ഇനി ടൈറ്റില്, ലേബല്, ആക്സിസ് ലേബല്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ചേഞ്ച് ചെയ്യാം വേണ്ട രീതിയിൽ. നെക്സ്റ്റ് നമ്മള് ലൈൻ ചാർട്ടില്, അപ്പൊ ഇപ്പൊ നമുക്ക് ഒരു ചാർട്ടാ പഠിച്ചത് എന്നുണ്ടെങ്കിലും നമുക്ക് 2 ചാർട്ടിന് എന്ത് കിട്ടി? ബാർ ചാർട്ട് ആൻഡ് കോളം ചാർട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ലൈൻ ചാർട്ട് ആണ്. ട്രെൻഡ് ഓവർ ടൈം, ഒരു ടൈമിനനുസരിച്ചുള്ള മാറ്റം, അതാണ് എന്ത് ലൈൻ ചാർട്ട് യഥാർത്ഥത്തിൽ യൂസ് ചെയ്യുന്നത്, അത് എക്സ്പ്രസ് ചെയ്യാനാണ്. A line chart is a graphical representation of data that uses points ആണ് യൂസ് ചെയ്യുന്നത്, കണക്റ്റഡ് ബൈ സ്ട്രൈറ്റ് ലൈൻ ടു ഷോ ചേഞ്ചസ് ഓർ ട്രെൻഡ്സ് ഓവർ ടൈം, ടൈമിനനുസരിച്ചിട്ടുള്ള ചേഞ്ച്. ഇപ്പൊ 5 ആണ്, പിന്നെ എന്തായി? അത് 15 യൂണിറ്റ് ആയി. അപ്പൊ അവിടേക്ക് ഒരു ലൈന്, സ്ട്രൈറ്റ് ലൈന് യോജിപ്പിക്കും. അപ്പൊ മെയിൻലി ഓവർ എ പീരീഡ് ട്രെൻഡ് ഷോ ചെയ്യുന്നു. പീരീഡ് എന്താവാം? ഡേയ്സ് ആവാം, മന്ത്സ് ആവാം, ഇയേഴ്സ് ആവാം, ഇനി ടൈമും ആവാം. ഓക്കെ, അനലൈസ് ഇൻക്രീസ് ഓർ ഡിക്രീസ് പാറ്റേൺ, കുത്തനെ ഉയരുകയാണോ കുറവാണോ എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ട്രാക്ക് പെർഫോമൻസ് ഓവർ ടൈം, എവിടേക്കാണ് ട്രാക്ക് പോകുന്നത് എന്നും മനസ്സിലാക്കാം. അപ്പോൾ വ്യത്യസ്ത മാസങ്ങളിലെ സെയിൽസുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഡോളറിലാണ് സെയിൽസ്, മന്തും. അപ്പോൾ മന്ത്ലി സെയിൽ ട്രെൻഡ് പോകുന്ന ഇത് കണ്ടോ? ജനുവരിന്ന് ഫെബ്രുവരിയിലേക്ക് കുത്തനെ ഉയർന്നു, പക്ഷെ ഫെബ്രുവരി മാർച്ചിൽ അതൊരു രീതിയിലേക്കാണ്. പിന്നെ മാർച്ച് ടു ഏപ്രിൽ വീണ്ടും ഒരു ഉയർച്ച കാണുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ലൈൻ ചാർട്ട് യൂസ് ചെയ്യുന്നത്. ഇത് തന്നെയാണ്, ഒന്നും കൂടെ ആവർത്തിക്കാം. നമ്മൾ ഡാറ്റ റേഞ്ച് അല്ലെങ്കിൽ ടേബിൾ സെലക്ട് ചെയ്യുന്നു. ഇൻസേർട്ടിലെ ലൈൻ ചാർട്ട്, സിമ്പിൾ ലൈൻ തന്നെ പലതരം ലൈനുകളുണ്ട്. അതേപോലെ ബാർ ചാർട്ട്, കോളം ചാർട്ട് ഒക്കെ എന്താണ്, പല രീതിയിലുള്ള ബാറുകള്, സോളിഡ് ആയിട്ടുള്ളത് ഉണ്ടാവും, ഹോളോ ആയിട്ടുണ്ടാവും, ഡിസൈൻ ആയിട്ടുണ്ടാവും. അത് ഒക്കെ ഡിഫറെന്റ് ആയിട്ട് അതിന്റെ അകത്ത് സബ് ചൂസിങ്ങും കൂടെ വരാം. പിന്നെ അവരെ കസ്റ്റമൈസ് ചെയ്യാം, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പോകുന്നത് പൈ ചാർട്ട്. ഇപ്പൊ കോളം, ബാറ്, ലൈന്, ദെൻ പൈ ചാർട്ട്. മൊത്തത്തിൽ ഒരു പാർട്ടിന്റെ കോൺട്രിബ്യൂഷൻ കാണിക്കാനാണ് പൈ ചാർട്ട് സാധാരണ യൂസ് ചെയ്യാം. Again, we have a definition. A pie chart is a circular graphical representation used to show parts of a whole. മൊത്തത്തിലെ പാർട്ടുകളുടെ കോൺട്രിബ്യൂഷൻ. Each slice of pie represents a percentage or proportion of the total. It's mainly used to display percentage distribution, show relative proportions, compare parts of a whole. അപ്പോൾ ഇവിടെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റുകളുടെ എന്താണ് കോൺട്രിബ്യൂഷൻ ആണ് തന്നിട്ടുള്ളത്. ഇത്ര ശതമാനത്തിലാണ് തന്നിട്ടുള്ളത്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഒരു പൈ ചാർട്ട്. അപ്പൊ IT ഡിപ്പാർട്ട്മെന്റ് ആണ് ഏറ്റവും കൂടുതൽ, പകുതിയോളം ഉണ്ട്. HR 30 സെയിൽസ് 20. അപ്പൊ അതിങ്ങനെ കാണിക്കാം. ഓക്കെ, അത് 3D ഉണ്ട്. 3Dയിൽ തന്നെ പല വ്യൂയിലേക്ക് പോകുന്നവരുണ്ട്, പല കളർ കോംബോ ഉണ്ട്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? കസ്റ്റമൈസ് ചെയ്യാം. വീണ്ടും എന്താണ് പൈ ചാർട്ട്, അതിൽ 3D സബ് അങ്ങനെ വേറെ പോകുന്നുണ്ട്.
നമ്മൾ അതൊന്നും മെൻഷൻ ചെയ്യണമെന്നില്ല. സെലക്ട് ദ ടേബിൾ ഇൻസേർട്ടിൽ പൈ ചാർട്ട് സെലക്ട് ചെയ്യുന്നു. അവിടെ വേണമെങ്കിൽ കാറ്റഗറൈസിൽ നമുക്ക് വേണ്ട ഷേപ്പിലേക്ക് നമുക്ക് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാം. പിന്നെ കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാബിൽ ലെജൻഡ് കളർ ഇതൊക്കെ മാറ്റിക്കൊണ്ടിരിക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പോകുന്നത് സ്കാറ്റർ പ്ലോട്ട് ആണ്. ഷോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വാരിയബിൾസ്. രണ്ട് വാരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സ്കാറ്റർ പ്ലോട്ട്. A scatter plot is a graphical representation that uses individual data points to show the relationship between two numerical values. രണ്ട് ന്യൂമറിക്കൽ വാല്യൂസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട് ഡിഫറെന്റ് ഡാറ്റ പോയിന്റ്സ്, അപ്പൊ അതായത് ഇപ്പൊ ഒന്ന് നീല അങ്ങനെ കാണിക്കും. ഓക്കെ, അപ്പൊ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്കാറ്ററിംഗ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, അഡ്വർടൈസിങ്ങും സെയിൽസും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ചാൽ സെയിൽസ് കൂടുന്തോറും അഡ്വർടൈസ്മെന്റിന്റെ എമൗണ്ടും കൂടും, അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റിന്റെ എമൗണ്ട് കൂടിയാൽ സെയിൽസും കൂടും എന്നുള്ള ഒരു ഇതിലേക്കാണ് നമ്മൾ വരുന്നത്. ഇനി അടുത്തത് ഹിസ്റ്റോഗ്രാം ആണ്. ഹിസ്റ്റോഗ്രാം. A histogram is a graphical representation used to show the frequency distribution of continuous numerical data. നമ്മളുടെ കയ്യിൽ ഒരു ഡാറ്റ സെറ്റ് ഉണ്ടായിരിക്കും. ആ ഡാറ്റകൾ എത്ര കണ്ട് ആവർത്തിച്ചിട്ടുണ്ട് എന്ന്, അതായത് ഒരു പ്രത്യേക ക്ലാസ്സിൽ എത്ര കണ്ട് ഐറ്റംസ് ഉണ്ട് എന്ന് കാണിക്കുന്ന രീതിയിലുള്ളതാണ് എന്ത്, ഹിസ്റ്റോഗ്രാം. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ തന്നിട്ടുള്ളത് കുറച്ച് ഏജ് ഗ്രൂപ്പുകളാണ്. 18, 22, 35, 50, 55, 60. ഓക്കെ, ഈ ഒരു ഏജ് ഗ്രൂപ്പില് ഉള്ളവര് എത്ര കണ്ട് ഫ്രീക്വന്റ്ലി വന്നിട്ടുണ്ട്. ഇപ്പൊ 18നും 22നും ഇടയിൽ ഒരുപാട് ഇപ്പൊ 40 ആകെ ഒന്നേ ഉള്ളൂ, 40, 45 ആ ഒരു ഇതില്ല. ഓക്കെ, അപ്പൊ അത് കാണിക്കുകയാണ്. ഇപ്പൊ 65 ആൻഡ് 60 അടുത്തടുത്ത ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പൊ അവിടെ കുറച്ച് അധികം വന്നിട്ടുണ്ട്. അതേസമയം 40 റേഞ്ചിൽ വളരെ കുറച്ച് ആളുകളെ വന്നിട്ടുള്ളൂ. അത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഹിസ്റ്റോ. അതായത് ഒരു പ്രത്യേക ക്ലാസ്സിൽ എത്ര കണ്ട് കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഇനി നമ്മളിപ്പോ കണ്ടു കഴിഞ്ഞത് ചാർട്ടുകള്, ഡിഫറെന്റ് ചാർട്ടുകള്, അവരുടെ കസ്റ്റമൈസേഷൻ ഒന്നുകൂടെ പറയാണ്. എങ്ങനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഒരു ചാർട്ടിന്റെ ടൈറ്റില് എങ്ങനെ ആഡ് ചെയ്യും? ക്ലിക്ക് ഓൺ ദ ചാർട്ട്, ചാർട്ട് എലമെന്റ് പ്ലസ് എന്നുള്ളത് വരും. ചാർട്ട് ടൈറ്റിൽ എടുക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ടൈറ്റിൽ എന്ത് വേണമെന്നുള്ളത് എഴുതി കൊടുക്കാം. ചേഞ്ച് കളർ, ക്ലിക്ക് ദ ചാർട്ട്, ഫോർമാറ്റ് ചാർട്ട് സ്റ്റൈൽസ്, ഷോ ഡാറ്റ ലേബൽസ്, ക്ലിക്ക് ദ ചാർട്ട്, പിന്നെ ചാർട്ട് എലമെന്റ്സ്, ഡാറ്റ ലേബൽസ് സെലക്ട് ചെയ്ത് അത് അവിടെ കാണിക്കും. ചേഞ്ച് ആക്സിസ് ടൈറ്റിൽ, ക്ലിക്ക് ഓൺ ദ ആക്സിസ്, ടൈപ്പ് ന്യൂ ടൈറ്റിൽ. പിന്നെ ആഡ് ട്രെൻഡ് ലൈൻ ഫോർ ലൈൻ ആൻഡ് സ്കാറ്റർ ചാർട്ട്. സ്കാറ്റർ ചാർട്ടും ലൈൻ ചാർട്ടും തമ്മിൽ എന്താ ഡിഫറൻസ്? കാര്യപ്പെട്ട ഡിഫറൻസ് ഇല്ല. ലൈൻ ചാർട്ടിലെ പോയിന്റ്സ് തന്നെയാണ് സ്കാറ്ററിലും വരിക. എന്നിട്ട് ആ ലൈൻസിന് സ്ട്രൈറ്റ് ലൈൻ കൊണ്ട് എന്ത് ചെയ്യും, കണക്ട് ചെയ്യും. അതാണ് ചെയ്തില്ലെങ്കിൽ അതെന്താണ്, സ്കാറ്റർ ചാർട്ടുമാണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ട്രെൻഡ് ലൈന് വേണമെങ്കിൽ അഡീഷണലി നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ ഈ ട്രെൻഡ് ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക കളറിൽ അതിന്റെ മുകളിലൂടെ മൂവ് ചെയ്യും. അപ്പൊ അത് വേണമെന്നുണ്ടെങ്കിൽ ആ ചാർട്ടില് ട്രെൻഡ് ലൈന് ക്ലിക്ക് ചെയ്ത് കൊടുത്താലേ അത് വരത്തുള്ളൂ കേട്ടോ.